ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് സയൻസിലെ 5ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് ഹ്യൂമൻ ബോഡി എ വണ്ടർ, ഡൈജഷൻ ആൻഡ് റെസ്പിറേഷൻ. അപ്പോൾ ഇതിൽ രണ്ട് പാർട്ടായിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ ഭാഗത്തിൽ ആദ്യത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അതായത് ടങ്കിൻ്റെ ഫങ്ഷൻ വരെ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, ഓരോ പേജ് വൈസ് അനാലിസിസ് നടത്തി അതിൻ്റെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ക്വസ്റ്റ്യൻസ് വൺ വേർഡ് ആയാലും അതേപോലെ തന്നെ ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുക, നിങ്ങൾക്ക് വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്യുക. ഓക്കെ, മറ്റു കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുണ്ടല്ലോ, അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ഈ ഒരു 5ാമത്തെ ചാപ്റ്റർ എടുത്തോ? ഓക്കെ, എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ സോഷ്യൽ സയൻസിൻ്റെ അവർ എർത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇംഗ്ലീഷിലെ ട്രിപ്പ് ടു ഹോട്ട് സ്പ്രിങ്, അതിൻ്റെ ഫുൾ ആക്ടിവിറ്റീസും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ റേഷ്യോ, ഡെസിമൽ മെത്തേഡ്സ്, അതിൻ്റെ ചാപ്റ്റർ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഫാത്തിമ തുരുത്ത്, പിന്നെ ഇന്നലെ അപ്ലോഡ് ചെയ്ത വാക്ക്, പിന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്ക്, അതേപോലെ കാവ്യ നർത്തകി തുടങ്ങിയൊക്കെ നമ്മൾ ഓണപരീക്ഷ കഴിഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, കാണാത്തവർ അതൊക്കെ കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ പേജ് ഒന്ന് നോക്കാം. നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. ഓൾ ലിവിങ് ഓർഗാനിസംസ് നീഡ് ഫുഡ്. എല്ലാ ജീവികൾക്കും എന്ത് വേണം? ഭക്ഷണം വേണമല്ലോ. ഫുഡില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ഓക്കെ, ദ ഫുഡ് ആൻഡ് ദ മെത്തേഡ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് വാരി ഫ്രം ഓർഗാനിസം ടു ഓർഗാനിസം. അപ്പോൾ ഓരോരുത്തരും കഴിക്കുന്ന ഭക്ഷണവും അത് കളക്ട് ചെയ്യുന്ന മെത്തേഡും വ്യത്യസ്തമായിരിക്കും അല്ലേ? റാബിറ്റ്സ് ഈറ്റിംഗ് ടെൻഡർ ഗ്രാസ്. റാബിറ്റ്സ് എന്താ തിന്നുന്നത്? നല്ല ഇളം പുല്ലുകൾ ആണ്. പാരറ്റ്സ് പെക്കിംഗ് അറ്റ് ആൻഡ് ഫ്ലൈയിങ് എവേ വിത്ത് ദ ഗ്രെയിൻസ്. നെൽക്കതിരുകൾ കൊത്തിയിട്ട് പറക്കുന്ന തത്തകൾ, പാരറ്റ്സ്. സ്നേക്സ് സ്വാളോയിങ് റാറ്റ്സ്. പാമ്പുകൾ എന്തിനാ വിഴുങ്ങുക? എലിയെ വിഴുങ്ങുന്നു. സ്വാളോയിങ് റാറ്റ്സ്. ബേഴ്സ് ക്ലൈംബിങ് ട്രീസ് ടു ഗോബിൾ അപ്പ് ദ ഹണി ലേഡൻ കോംസ്. തേൻ കുടിക്കുന്ന കരടി. അങ്ങനെ ഹൗ ഡൈവേഴ്സ് ദീസ് സൈറ്റ്സ് ആർ. അപ്പോൾ നമ്മൾ ഓരോ ജീവികളും ഫുഡ് തേടുന്ന രീതികൾ നമ്മൾ കണ്ടല്ലോ. തത്തയാണെങ്കിൽ നെല്ലാണ്, അങ്ങനെ ഗ്രെയിൻസാണ് തിന്നുന്നത്. റാബിറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലകൾ മാത്രമേ തിന്നുള്ളൂ. വേറെ തേനീച്ച കൊടുക്കുന്നു. പാമ്പൊക്കെ വെച്ചാൽ വേറെ തവള, അതേപോലെ എലീനിയൊക്കെ കഴിച്ചാണ് അവരുടെ ഫുഡ് കളക്ട് ചെയ്യുന്നത്. ഹാവിങ് യു ഒബ്സർവ്ഡ് ദ ഡൈവേഴ്സ് ഫുഡ് ഓഫ് ഓർഗാനിസം അറൗണ്ട് യു ആൻഡ് ദ മെത്തേഡ്സ് ദേ അഡോപ്റ്റ് ടു കളക്ട്. അപ്പോൾ നിങ്ങളുടെ ചുറ്റുപാടിലുള്ള നിരവധി ജീവികൾ, ഇപ്പം നമ്മുടെ ചുറ്റുപാടും ഇപ്പം പൂച്ച ഉണ്ടാവും, പിന്നെ കോഴികൾ ഉണ്ടാവും, പശു ഉണ്ടാവും, അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ കംപ്ലീറ്റ് എ ലിസ്റ്റ് ഓഫ് ഓർഗാനിസം യു ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് ദെയർ റെസ്പെക്റ്റീവ് ഫുഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ക്ലാസ് റൂം. അപ്പോൾ നിങ്ങളുടെ ക്ലാസ് റൂമിൽ കാര്യങ്ങൾ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യേണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് എന്താണ്, നമുക്ക് ആനിമൽസിനല്ലേ, നമ്മളെ ചുറ്റും ആനിമൽസ് ഉണ്ട്. അപ്പോൾ റാബിറ്റ്സ് എന്ത് ഫുഡാണ് കഴിക്കുക? ടെൻഡർ ഗ്രാസും ലീവ്സും. പാരറ്റ് ഗ്രെയിൻസ്, സീഡ്സ്, ഫ്രൂട്ട്സ്. സ്നേക്സ്, റാറ്റ്സ്, മൈൽസ്, സ്മോൾ ആനിമൽസ്. ബേഴ്സ് എന്താണ്? ഹണി, ബെറീസ്, ഫിഷ്, ഇൻസെക്ട്സ്. ഡോഗ്സ് കൊമേഴ്ഷ്യൽ ഡോഗ് ഫുഡ് കഴിക്കും, പിന്നെ മീറ്റ് കഴിക്കും. കാറ്റ്സ് കൊമേഴ്ഷ്യൽ കാറ്റ് ഫുഡ് കഴിക്കും, ഫിഷ്, മീറ്റ് ഇതൊക്കെ കഴിക്കും. ഇനി ഇൻസെക്റ്റിനെ പറയാൻ വെച്ചാൽ ബട്ടർഫ്ലൈസ് എന്താണ്? നെക്ടാർ, തേനാണ് കുടിക്കുക. ബീസ് പോളൻ, നെക്ടാർ. ഓക്കെ, ഹാൻഡ്സ് ഷുഗറി സബ്സ്റ്റൻസ്, ഉറുമ്പുകൾ മധുരമുള്ള കാര്യങ്ങളും, പിന്നെ ഇൻസെക്ട്സിനെയൊക്കെ അവർ ഭക്ഷിക്കും. ലേഡി ബഗ്സ്, ആഫിഡ്സ്. ഇനി പ്ലാന്റ്സിൻ്റെ കാര്യം അറിയാൻ വെച്ചാൽ ട്രീസ് എന്താണ് ഫുഡ് ഉണ്ടാക്കുന്നത്? സൺലൈറ്റ്, വാട്ടർ, മിനറൽസ് ഉപയോഗിച്ചിട്ടാണ്. ഗ്രാസും സൺലൈറ്റും വാട്ടർ, മിനറൽസ് ഉപയോഗിച്ചിട്ടാണ്. മഷ്റൂം എങ്ങനെ ഉണ്ടാകുന്നത്? കൂണ്, ഡീകമ്പോസിങ് ഓർഗാനിക് മാറ്റേഴ്സ്, അതായത് ഓർഗാനിക് മാറ്റേഴ്സ് ഇങ്ങനെ ജൈവാവശിഷ്ടങ്ങൾ ഡീകമ്പോസ് ചെയ്തിട്ടാണ്, വിഘടിച്ചിട്ടാണ് മഷ്റൂംസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ് നമുക്ക് എങ്ങനെയാണ്? ഹേബിവറസ് ഇവിടെ എന്താണ്? ഹേബിവറസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാന്റ് ഈറ്റിംഗ്, അതായത് പച്ചപ്പുല്ല്, അതായത് പ്ലാന്റ്സ്, സസ്യങ്ങളെ മാത്രം ഭക്ഷിച്ച് കഴിക്കുന്നതിനാണ് ഹേബിവറി എന്ന് പറയുക. പിന്നെ കാർണിവറി എന്ന് പറഞ്ഞാൽ മീറ്റ് ഈറ്ററിങ്, ഓംനിവറി ഈറ്റിംഗ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പിന്നെ നമ്മളിവിടെ കണ്ട് ഡീകമ്പോസിഷൻ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ആൾ. ഫോട്ടോസിന്തസിസ്, അതേതാണ്? ട്രീസ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ
ഒബ്റ്റെയിനിങ് ഫുഡ് ഒബ്റ്റെയിൻ ചെയ്യുന്ന മെത്തേഡ്സാണിത്. ഒന്ന് ഹെബിവറി, ഒന്ന് കാർണിവറി, ഓംനിവറി, ഡീകമ്പോസിഷൻ, ഫോട്ടോസിന്തസിസ്. ഡീകമ്പോസിഷനിൽ നമുക്ക് പറയാം മഷ്റൂം ഒക്കെ ഫോട്ടോസിന്തസിസ് നമുക്ക് ട്രീസൊക്കെ പറയാം. അങ്ങനെയാണ് അവർ മെത്തേഡ്സ് ഓഫ് ഒബ്റ്റെയിനിങ് ഫുഡ്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഉണ്ട്, നോക്കാം. നെയിം ഓഫ് ദ ഓർഗാനിസം കൗ ഏതാണ്? ഫുഡ് ഗ്രാസ് ആണ്. ഗോട്ട് ലീവ്സ്. ഇനി എക്സ്ട്രാ വേണ്ടത് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, കാറ്റ് മൈസാണ്. ബെയർ ഹണിയാണ്. റാബിറ്റ് ഗ്രാസ് ലീവ്സ് ട്യൂബേഴ്സ്. ഹ്യൂമൻ മനുഷ്യന്മാർ കുക്ക്ഡ് റൈസ് മീറ്റ് ഒക്കെ കഴിക്കും. ഓക്കെ, add more organisms and expand the list with the help of the list. Classify the living organisms to herbivore, carnivore and omnivore. Write in science diary. അപ്പോൾ സയൻസ് ഡയറിയിൽ എഴുതാനുള്ള ആക്ടിവിറ്റീസ് എന്താണ്? ഈ ഒരു ലിസ്റ്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതണം. എന്നിട്ട് ഹെർബിവേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹെർബ്സ് മാത്രം, പ്ലാന്റ്സ് മാത്രം, സസ്യങ്ങൾ മാത്രം ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന. കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെ കഴിക്കുന്നത്. പിന്നെ ഓംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ ബോത്ത്, രണ്ടും. അപ്പോൾ നമുക്കതൊക്കെ നോക്കാം. കൗവ് നമ്മൾ ഗ്രാസ് എന്ന് പറഞ്ഞു. ഗോട്ട് ലീവ്സാണ്. കാറ്റ് എന്തിനാ? മൈസിനാണ് ഭക്ഷണം കഴിക്കുന്നത്. റാബിറ്റ് ഗ്രാസ് ലീവ്സ്. ബെയർ എന്ന് പറഞ്ഞാൽ കരടി. എന്താണ്? ഹണി, ഫിഷ്, ബെറീസ്. പിന്നെ ഹ്യൂമൻ കുക്ക്ഡ് റൈസ്, മീറ്റ്, ഫ്രൂട്ട്. അപ്പോൾ ഹ്യൂമൻ എന്തൊക്കെയാണ്? മനുഷ്യന്മാർ കുക്ക്ഡ് റൈസ്, മീറ്റ്, ഫ്രൂട്ട്സ് ആണ് കഴിക്കുന്നത്. ബെയർ ഏതൊക്കെയാണ്? ഹണി, ഫിഷ്, ബെറീസ്. പിന്നെ ഡിയർ മാനുകൾ ലീവ്സും അതേപോലെ ട്വിഗ്സും. ലയൺ എന്താണ്? ലാർജ് മാമൽസിനെയാണ് തിന്നുക. ഓക്കെ, എലിഫൻറ്റ് എന്താ തിന്നുക? ലീവ്സും ഫ്രൂട്ട്സും ആണ്. മങ്കീസ് എന്താണ്? ഫ്രൂട്ട്സും ലീവ്സും തിന്നും. സ്നേക്ക് എന്താണ്? സ്മോൾ ആനിമൽസിനെയൊക്കെ കഴിക്കും. ബട്ടർഫ്ലൈ നെക്ടാർ. ഷാർക്ക് എന്താണ്? ഫിഷ്, മറൈൻ മാമൽസ്. വൂൾഫ് ലാർജ് മാമൽസ്. പിഗ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. ചിക്കൻ ഗ്രെയിൻസ്, ഇൻസെക്റ്റ്. ഫിഷ് എന്തൊക്കെയാണ്? പ്ലാങ്ക്ടൺ, സ്മോൾ ഫിഷ്. ടർട്ടിൽ അക്വാട്ടിക് പ്ലാന്റ്സ്, സ്മോൾ ആനിമൽസ്. ഫ്രോഗ് ഇൻസെക്ട്സ്, സ്മോൾ ആനിമൽസ്. അപ്പോൾ ഓരോരുത്തർ കഴിക്കുന്ന ജീവിയുടെ പേര്, ആനിമൽസിൻ്റെ പേരും അതേപോലെ തന്നെ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ നിങ്ങൾക്ക് ഇത് ടേബിൾ വരച്ചിട്ട് എഴുതാം. ഓക്കെ, ഇത് ടേബിളിൻ്റെ ഒരു ഭാഗമാട്ടോ ഇവിടെ ഈ ലൈൻ ഇട്ടത്. അപ്പുറത്തുള്ളത് അവ കഴിക്കുന്ന ഫുഡുമാണ്. ഇനി നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യണം അല്ലേ? സയൻസ് ഡയറിയിൽ എഴുതാനുള്ളതാണ്. ഹെബിവേഴ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ് ഈറ്റേഴ്സ്, പ്ലാന്റ് മാത്രം തിന്നുന്നത്. അതേതൊക്കെയാണ്? കൗവ്, ഗോട്ട്, റാബിറ്റ്, ഡിയർ, എലിഫൻറ്റ്, ബട്ടർഫ്ലൈ, ബീ, ടർട്ടിൽ. അവർ കഴിക്കുന്ന ഭക്ഷണമാണ് ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഇനി അനദർ കാറ്റഗറിൻ്റെ എന്താണ്? കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറച്ചി തിന്നുന്ന മീറ്റ് ഈറ്റേഴ്സാണ്. കാറ്റ് എഴുതാം. കാറ്റ് എന്തിനകത്ത് നിന്ന്? മൈസ്, എലിനകത്ത് നിന്ന്. ലയൺ ലാർജ് മാമൽസിനെ. സ്നേക്ക് സ്മോൾ ആനിമൽസിനെ കഴിക്കും. ഷാർക്ക് ഫിഷ്, മറൈൻ മാമൽസ്. വോൾഫ് ലാർജ് മാമൽസ്. ലേഡി ബഗ് എഫൈറ്റ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. ഒരു വിഭാഗം ഉണ്ട് ഓംനിവേഴ്സ്. അത് ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് ആനിമൽ. പ്ലാന്റ്സിനെയും തിന്നും ആനിമൽസിനെയും കഴിക്കും. മിക്സ്ഡ് ആണ്. അപ്പം ബെയർ ഹണി, ഫിഷ്, ബെറീസ്. ഹണിയും ഫിഷിനെ കഴിക്കും, ബെറീസ്. മങ്കി ഫ്രൂട്ട്സ്, ലീവ്സ്, ഇൻസെക്ട്സ്. ഹ്യൂമൻ കുക്ക്ഡ് റൈസ്, മീറ്റ്, ഫ്രൂട്ട്. നമ്മളൊക്കെ ഓംനിവേഴ്സാണ്. പിഗ് പ്ലാന്റ്സും ആനിമൽസും കഴിക്കും. ചിക്കൻ ഗ്രെയിൻസ്, ഇൻസെക്റ്റ്. ഫ്രോഗ് ഇൻസെക്ട്സ്, സ്മോൾ ആനിമൽസ്. അപ്പം നമ്മൾ 3 ടൈപ്സ് പിന്നെ കാറ്റഗറീസാണ് നമ്മൾ പഠിച്ചത്. ഹെബിവേഴ്സ്, കാർണിവേഴ്സ്, ഓംനിവേഴ്സ്. ഹെബിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈറ്റ് പ്ലാന്റ്സ്. കാർണിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈറ്റ് മീറ്റ്. ഓംനിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഈറ്റ് ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. അടുത്ത പേജിൽ എന്താണ്? അപ്പോൾ നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാനുള്ളതൊക്കെ എഴുതി. ഇനി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ ജീവികൾ ആഹാരം സ്വീകരിക്കുക. ബൈ വിച്ച് ഓർഗാനിസംസ് ഒബ്റ്റെയിൻ ആഹാരം തേടുക. ആൻഡ് യൂട്ടിലൈസ് അത് യൂട്ടിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നതാണ് ന്യൂട്രീഷൻ. അപ്പം വാട്ട് ഈസ് ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? ന്യൂട്രീഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഓർഗാനിസം ഒബ്റ്റെയിൻ ആൻഡ് യൂട്ടിലൈസ് ഫുഡ്. ഓക്കെ, every organism obtains the energy necessary for its vital activities from their food. അപ്പോൾ എല്ലാവർക്കും എന്താണ് ആ വൈറ്റൽ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാവില്ല നമുക്ക് ഓരോ ദിവസം ഡേ ടു ഡേ ലൈഫിലുള്ള. അതിനൊക്കെ നമുക്ക് എനർജി ലഭിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്നാണ്.
അല്ലേ? നമ്മൾ രാവിലെ സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം രാവിലെ നല്ല എനർജിയിലേക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് പോവുക. പിന്നെ വീട്ടിലെത്തുമ്പോഴത്തേന് വൈകുന്നേരം വീട്ടിലെത്തി ഇനി ബസ്സിലൊക്കെ കയറി വരുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊക്കെ വീട്ടിലെത്തുമ്പോഴത്തേന് എന്തെങ്കിലും കഴിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലായിരിക്കും വരിക. കഴിച്ച ഫുഡിൻ്റെ എനർജിയൊക്കെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പോയിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ എനർജി ലഭിക്കുന്ന എവിടെ നിന്നാണ്? നമ്മുടെ ഫുഡിൽ നിന്നാണ്. ദ ഫുഡ് വി കൺസ്യൂം അണ്ടർഗോസ് വേരിയസ് ചേഞ്ചസ് വിത്തിൻ അവർ ബോഡി. പക്ഷെ നമ്മൾ കഴിക്കുന്ന ആഹാരം നമ്മുടെ ശരീരത്തിൽ വെച്ചിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടല്ലോ, ഒട്ടേറെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്. അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുന്ന രീതിയിൽ ആ ഫുഡ്. ഇപ്പോൾ നമ്മളിപ്പം രാവിലെ തന്നെ പുട്ടും കടലയും കഴിച്ചു. പുട്ടും കടലയും കഴിച്ച് നമ്മൾ വായിലേക്ക് ഇട്ട മുതൽ നമ്മളത് അതിൻ്റെ അവശിഷ്ടങ്ങൾ എക്സ്ക്രീറ്റ് ചെയ്യുന്നവരെ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രോസസ്സാണ് നടത്തുന്നത് എന്നാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. Okay, the food we consume undergoes various changes within our body. How is ingested food utilized by the organism? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നു, ആ ഭക്ഷണം എങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത്, എങ്ങനെയാണ് നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നത്, എന്ത് സംഭവിക്കുന്നു, ഇതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഹൗ ഈസ് ഇൻജസ്റ്റഡ് ഫുഡ്, അതായത് നമ്മുടെ ഫസ്റ്റ് സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഹാരം സ്വീകരിക്കുകയാണ്. അതിന് പറയുകയാണ് ഇൻജെഷൻ എന്നാണ് പറയുക. ഓക്കെ, ഇൻജെഷൻ. ഓക്കെ, ഇൻജെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാരം സ്വീകരിക്കുകയാണ്. ദർ ആർ 5 സ്റ്റേജസ് ഇൻ ന്യൂട്രീഷൻ. ന്യൂട്രീഷൻ എന്ന പ്രോസസ്സിൽ 5 സ്റ്റേജ് ഉണ്ട്. അതിൽ ഫസ്റ്റ് സ്റ്റേജാണ് ഇൻജെക്ഷൻ, ആഹാരം സ്വീകരിക്കുക. ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻജെക്ഷൻ. ദ ഫുഡ് ഫസ്റ്റ് റീച്ചസ് ദ മൗത്ത്. ഇവിടെ നമ്മൾ ആഹാരം ഫസ്റ്റ് ഇടുന്ന നമ്മുടെ വായിലല്ല, മൗത്തിലാണ്. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? വാട്ട് ആർ ദ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഫുഡ് ഇൻ മൗത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഹൗ ഈസ് ദ ഇൻജസ്റ്റഡ് ഫുഡ് യൂട്ടിലൈസ്ഡ് ബൈ ദ ഓർഗാനിസം. എങ്ങനെയാണ്? നമുക്ക് 5 പ്രോസസ്സ് ഉണ്ട് നമ്മുടെ ആദ്യം നമ്മൾ ഫുഡ് എന്ത് ചെയ്യും? കഴിക്കും. പിന്നെ എന്താണ്? ഫുഡ് ബ്രേക്സ് ഡൗൺ ഇൻ അവർ ബോഡി. പിന്നെ ആ ഫുഡിനെ എന്താക്കുക? വിഭജിക്കും. ന്യൂട്രിയൻസ് ആർ അബ്സോർബ്ഡ്. എന്നിട്ട് അതിൽ നിന്ന് ന്യൂട്രിയൻസ് മാത്രം എടുക്കും. ബോഡി യൂസസ് ന്യൂട്രിയൻസ് ഫോർ എനർജി. ഈ ന്യൂട്രിയൻസ് നമ്മൾ എനർജിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. പിന്നെ ലാസ്റ്റ് പ്രോസസ്സാണ് വേസ്റ്റ് ഈസ് എലിമിനേറ്റഡ്. നമുക്ക് വേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ശരീരത്തിൽ വേണ്ടാത്ത കാര്യത്തിന് പുറന്തള്ളും. ഇതാണ് 5 പ്രോസസ്സ് ന്യൂട്രീഷനിൽ നടക്കുന്നത്. അതിൽ ഫസ്റ്റ് ആണ് ഇൻജെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് ഈസ് ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ്? ഡൈജഷൻ ആണോ, ഇൻജെക്ഷൻ ആണോ, അബ്സോർപ്ഷൻ ആണോ, അസിമിലേഷൻ ആണോ? അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് നമ്മൾ പറഞ്ഞു ഇൻജെക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ടീത്ത് ഡ്യൂറിങ് ഇൻജെക്ഷൻ? ഇൻജെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഇനി നമ്മൾ അടുത്തത് എന്താണ് നമ്മൾ പഠിക്കുന്നത്? ടീത്തിനെ കുറിച്ചിട്ടാണ്. എന്താണ് ടീത്തിന് നമ്മുടെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട റോളുള്ളതെന്ന്. ടീത്ത് ആർ യൂസ്ഡ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. മാസ്റ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചവച്ചരയ്ക്കുക. മാസ്റ്റിക്കേറ്റ് ഫുഡ്. ദ സ്ട്രക്ചർ ആൻഡ് അറേഞ്ച്മെൻറ്റ് ഓഫ് ടീത്ത് ഈസ് യൂസ്ഫുൾ ഫോർ ബൈറ്റിംഗ്, ചൂവിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. അപ്പം നമ്മുടെ വായ ശ്രദ്ധിച്ചാൽ അറിയാം, പല്ല് ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മുടെ പല്ല് ക്രമീകരിച്ചിരിക്കുന്നത് ആഹാരം കടിച്ചു മുറിക്കുക, അത് സ്യൂട്ടബിൾ ഫോർ ബൈറ്റിങ്, കടിച്ചു മുറിക്കുക. ചൂവി എന്ന് പറഞ്ഞാൽ ചവച്ചരയ്ക്കുക, അത് ഗ്രൈൻഡിങ്, അങ്ങനെ അതിനൊക്കെ ചവച്ചരയ്ക്കുന്നതിനൊക്കെ യോജിച്ചിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് നമ്മുടെ പല്ലിനുള്ളത്. അപ്പോൾ പല്ലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഇനാമൽ. അപ്പോൾ പല്ലിൻ്റെ ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടൂത്ത്. അപ്പോൾ പല്ലിൻ്റെ ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടൂത്ത്. അപ്പോൾ പല്ലിൻ്റെ ഔട്ടർ മോസ്റ്റ് ഭാഗമാണ് എന്ത്? ഇനാമൽ. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ ഇനാമലിന് വേറൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ഹ്യൂമൻ ബോഡി. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള കാഠിന്യമുള്ള സബ്സ്റ്റൻസ് ഏതാണെന്ന് വെച്ചാൽ എന്താണ്? ഇനാമലാണ്. അപ്പോൾ ഇനാമൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമുക്ക്? ഇനാമൽ ഈസ് അവർ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ദ ടൂത്ത്. ഇറ്റ് ഈസ് ഓൾസോ ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ന്യൂട്രീഷൻ ഇൻജെക്ഷൻ ആണെന്ന് പറഞ്ഞു. വാട്ട് ഈസ് ദ പ്രൈമറി ഫങ്ഷൻ ഓഫ് ടീത്ത് ഡ്യൂറിങ് ഇൻജെക്ഷൻ? ഇൻജെക്ഷനിൽ ഈ ടീത്തിനുള്ള പങ്ക് എന്താണ്? മിക്സിംഗ് വിത്ത് സലൈവ, ബ്രേക്കിംഗ് ഡൗൺ ദ ഫുഡ്, സ്വോളോയിങ്, ഡൈജസ്റ്റിംഗ്. അപ്പം ബ്രേക്കിംഗ് ഡൗൺ ഫുഡിനെ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ പല്ലെന്തിനാണ് ഉപയോഗിക്കുന്നത്? കടിച്ചു മുറിക്കാനും ചവച്ചരയ്ക്കാനുമാണ്. ഓക്കെ, ഇനി വാട്ട് ഹാപ്പൻസ് ടു ഫുഡ് വെൻ ഇറ്റ് മിക്സസ് വിത്ത് സലൈവ? സലൈവയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ എന്താ പറ്റുന്നത്?
എന്താ ഫുഡിന് പറ്റുന്നത്? ഇറ്റ് ബിക്കംസ് ഹാർഡർ ആവുകയാണോ? ഇറ്റ് ബ്രേക്സ് ഡൗൺ ടു സ്മോളർ പീസസ്, ഇറ്റ് ബിക്കം മോയ്സ്റ്റ് ആൻഡ് ഇറ്റ് റിമെയിൻസ് അൺചേഞ്ച്ഡ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? ഇറ്റ് ബിക്കം മോയ്സ്റ്റ് ആൻഡ് അത് ഒരു ഈർപ്പമുള്ളതാക്കി തരും. നമ്മൾ സലൈവയായിട്ട് ഉമിനീരുമായിട്ട് ചവച്ചരയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന നമുക്കറിയാമല്ലോ. ഇറ്റ് ബിക്കംസ് മോയ്സ്റ്റ് ആൻഡ്. ഇനി അടുത്ത, വാട്ട് ഈസ് ദ റോൾ ഇൻ ദ ലിപ്സ് ഇൻ ദ ഇൻജെക്ഷൻ? ഇൻജെക്ഷനിൽ ലിപ്സിനുള്ള പങ്ക് എന്താണ് ലിപ്സിനുള്ള പങ്ക്? ഇത് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനുള്ളതാണ്. എന്താണ്? ലിപ്സ് ഹെൽപ്സ് ടു ഗ്രാസ്പ് ആൻഡ് ബ്രിങ് ഫുഡ് ഇൻ ടു ദ മൗത്ത്. വായയിലേക്ക് ഈ ഭക്ഷണത്തെ എത്തിക്കുന്ന ആരാണ്? ലിപ്സാണ്. ഓക്കെ, ലിപ്സ് ഹെൽപ്സ് ടു ഗ്രാസ് ആൻഡ് ബ്രിങ് ഫുഡ് ഇൻ ടു ദ മൗത്ത്. ഹൗ ഡു ടീത്ത് കോൺട്രിബ്യൂട്ട് ടു ഇൻജെക്ഷൻ? ഇൻജെക്ഷനിൽ ഈ ടീത്തിന് എന്താ പങ്കുള്ളത്? ടീത്ത് ച്യൂ ഫുഡ് ഇൻ ടു സ്മോളർ പീസസ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു സ്വോളോ. അപ്പോൾ ടീത്ത് എന്താണ്? ഈ ഫുഡിനെന്താ ചെറിയ ചെറിയ പീസാക്കി മാറ്റുകയാണ്. മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു സ്വോളോ. അതുകൊണ്ട് അത് പെട്ടെന്ന് തന്നെ നമുക്ക് വിഴുങ്ങാം. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ടങ് ഇൻ ഇൻജെക്ഷൻ? ഇനി ഇൻജെക്ഷനിൽ ടങ്ങിന് എന്താണ് പ്രത്യേകത ഉള്ളത്? ദ ടങ് മിക്സസ് ഫുഡ് വിത്ത് സലൈവ. ഈ ടങ്കാണ് ഈ സലൈവയായിട്ട് ഫുഡിനെ മിക്സ് ചെയ്യുന്നത്. എക്സ് ടു ചൂ, അതെന്തിനെ? ചൂ ചെയ്യാനും അതേപോലെ മൂവ്സ് ഫുഡ് ടു ദ ബാക്ക് ഓഫ് ദ മൗത്ത് ഫോർ സ്വോളോയിങ്. ഇതൊക്കെ സഹായിക്കുന്ന ആരാണ്? നാവാണ്. അപ്പം നമ്മുടെ വായിലുള്ള ഓരോന്നിനും നമ്മുടെ ഫുഡ് ഡൈജഷനുമായിട്ട് വളരെയധികം വലിയ പങ്കാണുള്ളത്. ഒക്കെ ലിപ്പ് എന്താണ്? ഹെൽപ്സ് ടു ഗ്രാബ്സ് ആൻഡ് ബ്രിങ് ഫുഡ് ഇൻ ടു ദ മൗത്ത്. ടീത്ത് ച്യൂ ഫുഡ് ഇൻ ടു സ്മോളർ പീസസ് മേക്കിംഗ് ഇറ്റ് ഈസിയർ ടു സ്വോളോ. Tongue mixes with food with saliva, helps to chew and moves food to the back of the mouth for swallowing. ഇത്രയും കാര്യങ്ങളാണ് നമുക്കവിടെ ആ പേജിൽ നിങ്ങളുടെ സയൻസ് ബുക്കിൽ 83 എഴുതാനുള്ളത്. ഇനി അടുത്ത എന്താണ്? ഓക്കെ, അപ്പോൾ ടീത്ത് നമ്മൾ പറഞ്ഞു. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ടീത്ത് ഇൻ ദ ഹ്യൂമൻ ബോഡി? ടു പ്രൊഡ്യൂസ് സലൈവ, ടു ബ്രേക്ക് ഡൗൺ ഫുഡ്, ടു പ്രൊഡ്യൂസ് എൻസൈം, ടു അബ്സോർബ്, ടു ബ്രേക്ക് ഡൗൺ ഫുഡ്. ഇനി അടുത്ത, വാട്ട് ഈസ് ദ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ഇൻ ദ ഹ്യൂമൻ ബോഡി? ഹ്യൂമൻ ബോഡിയിലെ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് എന്താണ്? ഇനാമലാണ്. USS എഴുതുന്ന കൂട്ടുകാരൊക്കെ അതൊക്കെ ശ്രദ്ധിച്ച് നോക്കുക. വാട്ട് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടൂത്ത്? ഔട്ടർ മോസ്റ്റ് ലെയറിന് എന്താ പറയുക? നമ്മൾ ഇനാമൽ എന്നാണ് പറയുക. ഓക്കെ, ഇനി വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് അറേഞ്ച്മെൻറ്റ്സ് ഓഫ് ടീത്ത് ഇൻ ഹ്യൂമൻ മൗത്ത്? ഈ വായിൽ ഈ ടീത്തൊക്കെ ഇങ്ങനെ എന്തിനാണ് അറേഞ്ച് ചെയ്യുന്നത്? ഫോർ ബൈറ്റിംഗ്, ചൂവിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. മൂന്നാമത്തെ ഓപ്ഷനാണ് ശരി. എന്തിനാണ്? ഫോർ ബൈറ്റിംഗ്, ചൂവിങ് ആൻഡ് ഗ്രൈൻഡിങ് ഫുഡ്. ഓക്കെ, ഇനി അടുത്തത് മിൽക്ക് ടീത്ത് ആൻഡ് പെർമനൻറ്റ് ടീത്ത്. 2 തരം ടീത്ത് ഉണ്ട്. ഒന്ന് മിൽക്ക് ടീത്തും ഒന്ന് പെർമനൻറ്റ് ടീത്തും. എന്താണ് മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ? ഡു യു സ്റ്റിൽ ഹാവ് യുവർ ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത്? നമുക്ക് ജനിച്ചപ്പോൾ ഉണ്ടായ പല്ലാണോ ഇപ്പോൾ ഉള്ളത്? അല്ല. വിൽ ആൻ ഇൻഫൻസ് ഫസ്റ്റ് സെറ്റ് ഓഫ് ടീത്ത് ലാസ്റ്റ് ത്രൂ ഔട്ട് ഇറ്റ്സ് ലൈഫ്? ഒരു കുഞ്ഞിന് ആദ്യം ഉണ്ടാകുന്ന പല്ലുകൾ ലൈഫ് ലോങ് ഉണ്ടാവുമോ? ഇല്ല. അപ്പോൾ മിൽക്ക് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ഇൻഫൻസ് ടീത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് അറൗണ്ട് ദ ഏജ് ഓഫ് 6 months. ഇപ്പോൾ കുട്ടികളിൽ 6 മാസം പ്രായമാകുമ്പോഴാണ് ഒരു കുഞ്ഞുങ്ങൾക്ക് പല്ല് മുളയ്ക്കാൻ തുടങ്ങുന്നത്. ദീസ് ടീത്ത് ആർ നോൺ ആസ് മിൽക്ക് ടീത്ത്. അപ്പോൾ പാൽപ്പല്ല് എന്നൊക്കെ മലയാളത്തിൽ പറയും. ഇങ്ങനെ കുഞ്ഞിപ്പല്ലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മിൽക്ക് ടീത്ത് എന്ന് പറയുന്നത്. ഓക്കെ, 10 മിൽക്ക് ടീത്ത് ഈച്ച് ഡെവലപ്പ് അറ്റ് ദ അപ്പർ ആൻഡ് ലോവർ ജോസ്. അപ്പോൾ 10 പാൽപ്പല്ലുകളാണ് ഉണ്ടാവുക മിൽക്ക് ടീത്ത്. എത്ര എണ്ണം? മുകളിലും താഴെയുമായിട്ട് 10 വീതം, ആകെ 20 മിൽക്ക് ടീത്ത് ഉണ്ടാവും. എത്ര ഉണ്ടാവും? 20 മിൽക്ക് ടീത്ത് ഉണ്ടാവും. പിന്നെ പെർമനൻറ്റ് ടീത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർമനൻറ്റ് ടീത്ത് ആർ ദോസ് ദാറ്റ് റീപ്ലേസ് മിൽക്ക് ടീത്ത്. അപ്പം പാൽപ്പല്ല് മിൽക്ക് ടീത്ത് കുറച്ച് കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോവുമല്ലോ. അതിനുശേഷം ഉണ്ടാകുന്ന പല്ലുകളെയാണ് നമ്മൾ പെർമനൻറ്റ് ടീത്ത് എന്ന് പറയുക. ഓക്കെ, ഇതിനൊരു പ്രത്യേകത ഉണ്ട്. ഇഫ് പെർമനൻറ്റ് ടീത്ത് ബ്രേക്ക് ഓഫ് ഓർ ഫോൾ ഓഫ്, ന്യൂ ടീത്ത് വിൽ നോട്ട് ഗ്രോ ഇൻ ഇറ്റ്സ് പ്ലേസ്. ഈ മിൽക്ക് ടീത്ത് പോയിട്ട് പിന്നെ വരുന്ന പല്ലില്ലേ, അത് പൊട്ടിപ്പോവുകയോ ഇളകി പോവുകയോ ഒക്കെ ചെയ്താൽ ആ സ്ഥാനത്ത് പകരം പുതിയ പല്ലുകളൊന്നും ഉണ്ടാവില്ല അല്ലേ? ഇപ്പോൾ ഡെൻറ്റിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര തിരക്കാണ്. കാരണം ഇപ്പം പല ടെക്നോളജിയും ഉണ്ട്. നമുക്ക് പകരം പല്ല് തന്നെ വെക്കാം, പലതരം പല്ല് വെക്കാം. ഇനി നമുക്ക് എന്താണ് പുഴുപ്പല്ലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് മാറ്റി റൂട്ട് കനാൽ ചെയ്യാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ഉണ്ട്. അപ്പോൾ പക്ഷേ നമുക്ക് സ്വാഭാവികമായിട്ടുള്ള ഒരു പല്ല് വരില്ല. നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്നല്ലേ ഉള്ളൂ. അല്ലാണ്ട് നമുക്ക് ആദ്യം തന്നെ ഉള്ള പല്ല് പിന്നെ ഒരിക്കലും മുളച്ച് വരില്ല. അപ്പോൾ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അറ്റ് വാട്ട് ഏജ് ഡു ഇൻഫൻറ്റ് സ്റ്റാർട്ട് ഡെവലപ്പിംഗ് ടീത്ത്? കുട്ടികൾക്ക് എപ്പോഴാണ് പല്ല് വരുന്നത്? അറൗണ്ട് 6 months.
ഇനി വാട്ട് ആർ ദ ടീത്ത് ദാറ്റ് ഡെവലപ്പ് ഇൻ ഇൻഫൻസ് കോൾഡ്? ആ ടീത്തിന് എന്ത് പേരാണ് പറയുന്നത്? മിൽക്ക് ടീത്ത്. എന്താണ് മിൽക്ക് ടീത്ത്? ഇനി ഹൗ മെനി മിൽക്ക് ടീത്ത് ഡെവലപ്ഡ് ഇൻ ടോട്ടൽ? എത്ര മിൽക്ക് ടീത്ത് ഉണ്ട്? അപ്പർ ആൻഡ് ലോവർ ജോസ് 20. 10 upper 10 lower. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ടു മിൽക്ക് ടീത്ത് ആസ് പെർമനൻറ്റ് ടീത്ത് ഗ്രോ? എന്താണ്? മിൽക്ക് ടീത്ത് ഫോൾ ഓഫ് ആൻഡ് ആർ റീപ്ലേസ്ഡ് ബൈ പെർമനൻറ്റ് ടീത്ത്. മിൽക്ക് ടീത്ത് കൊഴിഞ്ഞു പോകും, എന്നിട്ട് പെർമനൻറ്റ് ടീത്ത് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ച മിൽക്ക് ടീത്ത് സ്റ്റാർട്ട് ഫോളിങ് ഓഫ് അറൗണ്ട് ഏജ് 6. 6 വയസ്സാകുമ്പോഴത്തേന് ഇത് പിന്നെ കൊഴിയാൻ തുടങ്ങും. 6 മാസമാകുമ്പോഴാണ് ഇത് മുളയ്ക്കുന്നത്. 6 വയസ്സാകുമ്പോഴത്തേന് ഈ മിൽക്ക് ടീത്ത് പോകാൻ തുടങ്ങും. ഓക്കെ, പെർമനൻറ്റ് ടീത്ത് കണ്ടിന്യൂ ടു ഡെവലപ്പ് അണ്ടിൽ ഏജ് 14 to 25. അത് നിങ്ങൾക്ക് വെറുതെ അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല. 14 മുതൽ 25 വയസ്സ് വരെ നമുക്ക് പെർമനൻറ്റ് ടീത്ത് വരാം. പ്രോപ്പർ കെയർ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ഹെൽത്തി പെർമനൻറ്റ്. അപ്പോൾ പല്ലൊക്കെ നമ്മൾ നല്ല വൃത്തിക്കും ഒക്കെ സൂക്ഷിക്കണം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം. പേജ് 84 നോക്കൂ. പല്ലല്ലേ, പല്ലിനെ നോക്കൂ, പല പേരൊക്കെ ഇട്ട് വിളിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് പരിചയപ്പെടാം. ദ ഫുഡ് വി ഈറ്റ് ആർ ദേ സെയിം? നാം കഴിക്കുന്ന എല്ലാ ആഹാരവും ഒരുപോലെ ആണോ? അല്ല. നമ്മൾ ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും, പക്ഷേ ചിക്കനൊക്കെ കഴിക്കുമ്പം അൽഫാമൊക്കെ കഴിക്കുമ്പം ഭയങ്കര ഹാർഡായിരിക്കും അല്ലേ? സം ആർ ലാർജ് ആൻഡ് ഹാർഡ് വൈൽ സം അതേഴ്സ് ആർ സോഫ്റ്റ് അല്ലേ? വേരിയസ് ടൈപ്സ് ഓഫ് ടീത്ത് അസിസ്റ്റൻറ്റ് ആസ് ബൈറ്റിംഗ് ആൻഡ് ചിയറിങ്, ചൂവിങ് ആൻഡ് ഗ്രൈൻഡിങ് ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. അപ്പോൾ നമ്മൾ പലതരം വ്യത്യസ്ത തരത്തിലുള്ള ഫുഡൊക്കെ കഴിക്കും. അത് കടിച്ചു മുറിക്കാനും ചവച്ചരിക്കാനും നമ്മെ സഹായിക്കുന്നത് വിവിധ തരം പല്ലാണ്. നമ്മുടെ പല്ലിൻ്റെ സ്ട്രക്ചർ തന്നെ അറിയാലോ. ഇവിടെ വേറൊരു ഷേപ്പ്, ഇവിടെ എത്തുമ്പോഴത്തേന് ഇതിന് വീതി കൂടി അല്ലേ? ഇങ്ങോട്ട് പോകുമ്പോഴത്തേന് ഇതിൻ്റെ ഷേപ്പിന് വ്യത്യാസം വന്നു. ഇവിടെ കുറച്ച് നീളമുണ്ട്. അങ്ങനെയൊക്കെ പല തരത്തിലുള്ള പല്ലുകളാണ് നമുക്കുള്ളത്. അതൊക്കെ നമുക്ക് ഓരോ ഫങ്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ, വെറുതെ അല്ല, നമുക്ക് ഓരോ ഫങ്ഷനായി വേണ്ടിയിട്ടാണ് ഈ പല്ലുകളൊക്കെ വ്യത്യസ്ത രീതിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ആൻഡ് ദെയർ പൊസിഷൻ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓരോ ഇതാണ് ഇൻസൈസർ. ഇതൊക്കെ ഇവിടെ കാണുന്നതാണ് ഇൻസൈസർ. ഈ 2 പല്ലില്ലേ, അതാണ് ഇൻസൈസർ എന്ന് പറയുക. പിന്നെ ഇത് കാനൈന്, പിന്നെ ഇപ്പുറം വരുന്നതാണ് എന്താണ് പ്രീ മോളാർ, ഇവിടെ വരുന്നതാണ് മോളാർ. ഓക്കെ, അപ്പം നമുക്ക് പഠിക്കാം, വിശദമായിട്ട് പഠിക്കാം. ഒബ്സർവ് ദ ടേബിൾ ഡെപ്പിക്റ്റിംഗ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്, ദെയർ പൊസിഷൻ, നമ്പേഴ്സ് ആൻഡ് യൂസസ്. ഇപ്പോൾ ഒരു ടേബിൾ ഉണ്ട്, അതിൽ പല്ലിൻ്റെ പേര് എത്ര എണ്ണം ഉണ്ട്, അതിൻ്റെ ഉപയോഗം എന്താണെന്നൊക്കെ അനലൈസ് ചെയ്യാം. അനലൈസ് ദ ടേബിൾ ആൻഡ് റെക്കോർഡ് ഇൻ സയൻസ് ഡയറി ഇൻ പൊസിഷൻ ആൻഡ് യൂസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. അപ്പോൾ നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ടേബിൾ. ഓക്കെ, ഇൻസൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 ഇൻസൈസേഴ്സ് ഇൻ ഫ്രണ്ട്, മുൻവശത്തും, പിന്നെ അതേപോലെ തന്നെ 4 ഇൻ ദ അപ്പർ ജോ ആൻഡ് 4 ഇൻ ദ ലോവർ ജോ. 8 പല്ലാണുള്ളത്. അതിൽ 4 എണ്ണം മുമ്പിലും ഉണ്ട്, 4 എണ്ണം മുകളിലും ഉണ്ട്, 4 എണ്ണം താഴെയുണ്ട്. ഇതിനെന്തിനാണ് ഇൻസൈസർ? യൂസ്ഡ് ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റംസ്. ബൈറ്റ് ആൻഡ് ആഹാര വസ്തുക്കൾ കടിച്ചു മുറിക്കാനാണ് നമുക്ക് ഇൻസൈസർ ഉപയോഗപ്പെടുന്നത്. നെക്സ്റ്റ് അതിൻ്റെ തൊട്ടടുത്തുള്ള എണ്ണം കനൈനും എത്ര എണ്ണം ഉള്ളത്? 4 കനൈനാണുള്ളത്. ആദ്യത്തെ 8 എണ്ണം ഉണ്ട്, പിന്നെ കനൈന് 4 എണ്ണം ഉള്ളത്. അതായത് 4 കനൈൻ അഡ്ജസ്റ്റൻസ് ടു ഇൻസൈസസ് ഓൺ ബോത്ത് സൈഡ്, 2 ഇൻ ദ അപ്പർ 2 ഇൻ ദ ലോവർ. താഴെയും മേലായിട്ട് 2 പല്ല് വീതം. ഇനി അടുത്തത് പ്രീമോളാറാണ്. പ്രീമോളാർ എന്താണ്? 8 ആണുള്ളത് അല്ലേ? അതെന്താണ്? 8 പ്രീമോളാർ അഡ്ജസ്റ്റൻറ്റ് ടു കാനൈൻ്റെ അടുത്ത് തന്നെ 2 ഓൺ ബോത്ത് സൈഡ് ഇൻ അപ്പർ ആൻഡ് ലോവർ ജോ. അതായത് ഇരുവശങ്ങളിലായിട്ട് 4 പല്ല് വീതം. നെക്സ്റ്റ് താഴേക്ക് ഏറ്റവും ലാസ്റ്റ് അപ്പുറത്തേക്കുള്ള എന്താണ്? മോളാറാണ്. അത് എത്ര എണ്ണം ഉണ്ട്? 6 എണ്ണം ഉണ്ട്. ഓക്കെ, 6 എണ്ണം മൊത്തത്തിൽ 12 എണ്ണം, 6 എണ്ണം മുകളിലും 6 എണ്ണം താഴെ. ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഇത് എക്സാമിന് തീർച്ചയായും വരും. കാരണം ഇങ്ങനെ തരും, എന്നിട്ട് ഇതും തരും, ഈ 2 ബോക്സും തരും. അപ്പോൾ ഇതിൻ്റെ ഫങ്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും യോജിപ്പിക്കാനുണ്ടാവും. മാച്ച് ദ ഫോളോയിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇത് ഇൻസൈസർ ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ് ഐറ്റം, കാനൈൻ ടു ടിയർ ആൻഡ് കട്ട് ഫുഡ്, പ്രീമോളാർ ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്, മോളാർ ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ് ഫുഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതൊക്കെ നോക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ എണ്ണങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച്
പഠിച്ചു വെക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് ടീത്ത് ഫൗണ്ട് ഇൻ ഹ്യൂമൻ മൗത്ത്? നമ്മുടെ വായിൽ ഏതൊക്കെ ഉണ്ട്? ഇൻസൈസസ്, കാന, പ്രീമോളർ ആൻഡ് മോളർ. വിച്ച് ടീത്ത് ആർ യൂസ്ഡ് ഫോർ ബൈറ്റിംഗ് ആൻഡ് കട്ടിംഗ് ഫുഡ്? ഏതാണ്? ഇൻസൈസസ് ആണ്. വിച്ച് ടീത്ത് ആർ യൂസ്ഡ് ഫോർ ടിയറിംഗ് ആൻഡ് പിയേഴ്സിംഗ് ഫുഡ്? ടിയർ ചെയ്യാൻ കനൈൻ ആണ്. ഹൗ മെനി പ്രീമോളേഴ്സ് ആർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ മൗത്ത്? 8 ഉള്ളത്. 4 upper 4 lower. What is the function of premolar? Crushing and grinding food. Which teeth are used for grinding and crushing hard food? Molars ആണ്. ഓക്കെ, ഹാർഡ് ഫുഡൊക്കെ പിന്നെ ചവച്ചരിക്കാൻ നമ്മളെ സഹായിക്കുന്നത് അണപ്പല്ല് എന്നൊക്കെ പറയില്ല നമ്മൾ, അറ്റത്തുള്ള പല്ല്. ഹൗ മെനി മോളാസ് ആർ പ്രസൻറ്റ് ഇൻ ഹ്യൂമൻ മൗത്ത്? എത്രയാണ്? 12 ആണുള്ളത്. എത്രയാണുള്ളത്? 12 ആണ്. 6 അപ്പറും 6 ലോവറും. ഓക്കെ. What is the position of incisors in the mouth? Front teeth, upper and lower jaws. Where are canine located in the mouth? എവിടെയാണ് canine? Pointed teeth between incisors and premolars. ഇൻസൈസറിൻ്റെ പ്രീമോളിൻ്റെ നടുവിലാണ് canine. Why do human have different types of teeth? നമുക്ക് എന്തിനാണ് വ്യത്യസ്ത തരം പല്ലുകൾ? To perform various functions like biting, tearing, chewing and grinding different types of food. Okay. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് ടീത്ത്. ഇപ്പോൾ ഇൻസൈസസ്, കാനൈൻ, പ്രീമോളാർ, മോളാർ. ഇനി അതിൻ്റെ പൊസിഷൻ. ഇൻസൈസസ് എവിടെയാണ്? ഫ്രണ്ട് ടീത്തിലാണ്. കാനൈന് ബിറ്റ്വീൻ ഇൻസൈസസ് ആൻഡ് പ്രീമോളാറാണ്. പിന്നെ പ്രീമോളാർസ് ബാക്ക് ഓഫ് ഇൻസൈസസ് ആണ്. മോളാർസ് ബാക്ക് ഓഫ് പ്രീമോളാർസ്. ഇനി നമ്പർ. ഇൻസൈസസ് 8 ഉണ്ട്. കാനൈൻസ് 4 ഉള്ളത്. പ്രീമോളാർസ് 8 ഉള്ളത്. മോളാർസ് 12 ഉള്ളത്. പിന്നെ യൂസ് ബൈറ്റിംഗ് ആൻഡ് കട്ടിംഗ് ആണ് ഇൻസൈസസ്. ഇത് ടിയറിങ് ആൻഡ് പിയേഴ്സിംഗ് ആണ് കാനൈന്. പ്രീമോളാർ ക്രഷിങ് ആൻഡ് ഗ്രൈൻഡിങ്. മോളാർസ് ഗ്രൈൻഡിങ് ആൻഡ് ക്രഷിങ്. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സെറ്റായി. ഇനി നമുക്ക് ആ പേജിൽ തന്നെ 85 നമുക്ക് നോക്കാം. 85 എന്താണ്? ദ ജനറിക് നെയിം ഫോർ മോളാസ് ആൻഡ് പ്രീമോളാസ് ഈസ് മോളാർ. അപ്പം നമ്മൾ മോളാസിനെയും പ്രീമോളാസിനെയും നമ്മൾ പൊതുവായിട്ട് വിളിക്കുന്നത് മോളാസ് എന്നാണ്. ഹൗ മെനി ടീത്ത്? എത്ര ടീത്താണ്? ഹൗ മെനി ടീത്ത് ഡസ് ആൻ അഡൾട്ട് ഹാവ്? ഒരു മുതിർന്ന ഒരു വ്യക്തിയിൽ എത്ര പല്ലുണ്ടാവും? എക്സാമിൻ ദ ടേബിൾ ആൻഡ് റൈറ്റ് ദ യൂസ് ആൻഡ് നമ്പർ ഓഫ് ഈച്ച് ടൈപ്പ് ഓഫ് ടൂത്ത് ഇൻ ദ സയൻസ് ഡയറി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ നമ്മൾ ചെയ്തല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എണ്ണി നോക്കിയാലും നമുക്ക് ഏകദേശം എത്ര പല്ലുണ്ട്? 32 അല്ല ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ സയൻസ് ഡയറിയിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അങ്ങനെ 32 ആണ് ഉള്ളത്. ഇനി അടുത്തത് ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെ കൊടുത്തിട്ടുള്ള 2 പിക്ചറും നോക്കുക. ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ടീത്ത് ഇൻ കാർണിവേഴ്സ് ആൻഡ് ഹെർബിവേഴ്സ് ആനിമൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്ലോസ്ലി ദ ഷേപ്പ് ഓഫ് ടീത്ത് ഈസ് റിലേറ്റഡ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്സ്. അപ്പോൾ ഇവിടെ പിന്നെ ഇതാരാണ്? ഇത് കാർണിവേഴ്സാണ്, മീറ്റ് കഴിക്കുന്നതാണ്. ഇത് പിന്നെ സസ്യങ്ങൾ മാത്രം കഴിക്കുന്നതാണ് ഹെർബിവേഴ്സ്. അപ്പോൾ ഇവരുടെ പല്ലുകൾ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് നോക്കിയാൽ എന്താണ്? ദ കാനൈൻസ് ഓഫ് കാർണിവേഴ്സ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിങ് മീറ്റ്. അപ്പോൾ മീറ്റാണല്ലോ ഇവർ തിന്നുക. അപ്പോൾ മാംസം കടിച്ച് കീറാൻ വേണ്ടിയിട്ട് ഈ പല്ലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ അല്ലേ? ഭയങ്കര ഷാർപ്പായിട്ടല്ലേ? അങ്ങനെയാണ് ഇവരുടെ പല്ലുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹെർബിവേഴ്സിൻ്റെ പല്ല് നോക്കിയാൽ എന്താണ്? ഹെൽപ്സ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാസ് ആൻഡ് മോളാസ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. മാസ്റ്റിക്കേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ചവച്ചരയ്ക്കുക. അതിന് പറ്റുന്ന വിധത്തിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഞാൻ ഇതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ്? ഹൗ മെനി ടീത്ത് ഡസ് ആൻ അഡൾട്ട് ഹ്യൂമൻ ഹാവ്? ഒരു വലിയ ആൾക്ക് എത്ര പല്ലുണ്ടാവും? 32 ആട്ടോ. ഇനി വാട്ട് ഈസ് ദ ജനറിക് നെയിം ഫോർ മോളാസ് ആൻഡ് പ്രീമോളാസ്? പൊതുവായിട്ട് പറയുന്നത് നമ്മൾ മോളാസ് ആണ്. വാട്ട് ആർ ദ മെയിൻ ടൈപ്പ് ഓഫ് ടീത്ത് ഇൻ ഹ്യൂമൻസ്? ഹ്യൂമൻസിലുള്ള ടീത്ത് ഏതൊക്കെയാണ്? ഇൻസൈസസ്, കാനസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഇനി വാട്ട് ഈസ് ദ ഡിസ്റ്റിങ്റ്റീവ് അബൌട്ട് ദ കാനൈൻസ് ഓഫ് കാർണിവേഴ്സ് ആനിമൽ? കാർണിവേഴ്സ് കാനൈൻസിൻ്റെ പ്രത്യേകത എന്താ? ദേ ആർ ഹൈലി ഡെവലപ്ഡ് ഫോർ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്. ഇനി അടുത്ത വിച്ച് ടീത്ത് ആർ അഡാപ്റ്റഡ് ഫോർ പിയേഴ്സിംഗ് ആൻഡ് ടിയറിംഗ് ഫ്ലഷ് ഇൻ കാർണിവേഴ്സ്? ഏതാണ്? കാനൈൻസ് ആണ്. ഓക്കെ, കാനൈൻസ് ആണ്. വാട്ട് ടൈപ്പ് ഓഫ് ഡയറ്റ് ഡു കാർണിവേഴ്സ് ആനിമൽസ് ഹാവ്? എന്താണ്? അവർ ഏത് തരം ഭക്ഷണമാണ് കഴിക്കുന്നത്? മീറ്റ് ബേസ്ഡ് ഭക്ഷണമാണ് കഴിക്കുന്നത്. ഇനി വിച്ച് ടീത്ത് ഹെൽപ്സ് ഹെർബിവേഴ്സ് ടു ബൈറ്റ് ആൻഡ് ടിയർ ഫുഡ്? അവരെ ഏതാ സഹായിക്കുന്നത്? ഏത് പല്ലാണ് സഹായിക്കുന്നത് ഹെർബിവേഴ്സിനെ? ഇൻസൈസേഴ്സ് ആണ്. വിച്ച് ടീത്ത് ഹെൽപ്പ് ഹെർബിവേഴ്സ് മാസ്റ്റിക്കേറ്റ് ച്യൂ ഫുഡ്?
premolars and molars. Premolars and molars. What type of diet do herbivorous animals have? അവരെന്താണ് പ്ലാന്റ് ബേസ്ഡ് ഡയറ്റാണ്, അതായത് പ്ലാന്റ് ആണ് അവർ തിന്നുന്നത്. ഹൗ ഡു ടീത്ത് ഓഫ് കാർണിവേഴ്സ് ഡിഫർ ഫ്രം ദോസ് ഓഫ് ഹെർബിവേഴ്സ്? ഇവരുടെ രണ്ടിൻ്റെയും ടീത്ത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കാർണിവേഴ്സ് have sharper canines and premolars while herbivores have broader incisors and molars. നമ്മൾ പശുവിൻ്റെ വായൊക്കെ കണ്ടില്ലേ, ബ്രോഡർ ആണ് ഉള്ളത് അല്ലേ. ഇനി ഹൗ ഡു ദ ടീത്ത് ഓഫ് കാർണിവേഴ്സ് ഡിഫർ ഫ്രം ദോസ് ഹെർബിവേഴ്സ്? അത് നമ്മൾ നേരത്തെ പറഞ്ഞു. കാർണിവേഴ്സ് ഹാവ് ഷാർപ്പർ കനൈൻസ് ആണുള്ളത് ആൻഡ് പ്രീമോളാസ്, വൈൽ ഹെർബിവേഴ്സ് ഹാവ് ബ്രോഡർ ഇൻസൈസേഴ്സ് ആൻഡ് മോളാസ്. അപ്പോൾ ഇവർക്ക് ഷാർപ്പർ കനൈൻസ് ആൻഡ് പ്രീമോളാസ് അല്ല. എന്താ വെച്ചാൽ മീറ്റൊക്കെ കടിച്ച് പറിക്കണം. ഇതാണെന്ന് വെച്ചാൽ ഹെർബിവേഴ്സ് എന്ന് വെച്ചാൽ അവയ്ക്ക് ചവയ്ക്കാനാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ബ്രോഡ് ഇൻസൈസ് ആൻഡ് മോളേഴ്സ് ആണ്. ഓക്കെ, ഇനി അടുത്തത് ഫൈൻഡ് ഔട്ട് ദ ഫീച്ചേഴ്സ് ഓഫ് ടീത്ത് ഇൻ കാർണിവേഴ്സ് ആനിമൽസ് ആൻഡ് ഹെർബിവേഴ്സ് ആനിമൽസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഹൗ ക്ലോസ്ലി ദ ഷേപ്പ് ഓഫ് ടീത്ത് ഈസ് റിലേറ്റഡ് ടു ദെയർ ഫുഡ് ഹാബിറ്റ്. അപ്പം നമ്മൾ സയൻസ് ഡയറിയിൽ എഴുതാനുള്ളതാണ്. ദ കാനൈൻസ് ഓഫ് ഹെർബിവേഴ്സ് ആർ മച്ച് ഡെവലപ്ഡ് ആൻഡ് ഇറ്റ് ഹെൽപ്സ് ഇൻ ബൈറ്റിംഗ് ആൻഡ് ടിയറിംഗ് മീറ്റ്. ഇൻസൈസസ് ഇൻ ഹെർബിവേഴ്സ് ഹെൽപ്പ് ടു ബൈറ്റ് ആൻഡ് ടിയർ ദ ഫുഡ് ആൻഡ് പ്രീമോളാസ് ആൻഡ് മോളാസ് ടു മാസ്റ്റിക്കേറ്റ് ഫുഡ്. ഇനി അടുത്ത വലിയ പ്രശ്നമല്ല ടൂത്ത് ഡീക്കേ. എല്ലാവർക്കും പല്ലിന് പ്രശ്നമില്ലാത്തവരാരും ഉണ്ടാവില്ല അല്ലേ. എല്ലാവർക്കും ചെറിയ രീതിയിലെങ്കിലും ഒരു പല്ല് വേദന വരാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഈ പല്ല് വേദനയ്ക്കൊക്കെ എന്താ കാരണം നമുക്ക് നോക്കാം. ടീത്ത് പ്ലേ എ മേജർ റോൾ ഇൻ മാസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. അപ്പം ഭക്ഷണം ചവച്ചരിക്കുന്നതിൽ ഏറ്റവും വലിയ റോൾ ആരാണ്? പല്ലുകൾക്കാണ് അല്ലേ. ഹെൻസ് ദേ ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് കെയർ. അപ്പോൾ നമ്മളത് നല്ലവണ്ണം നോക്കണ്ടേ. ബട്ട് ഇൻ മെനി പീപ്പിൾ ടൂത്ത് അണ്ടർഗോസ് ഡിക്കേ. പക്ഷെ പല ആൾക്കാരുടെയും പല്ലുകൾ കേടുവരാറുണ്ട്. ലെറ്റ്സ് ഡു ആൻ എക്സ്പെരിമെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ഹൗ ടൂത്ത് ഡിക്കേസ്. എങ്ങനെയാണ് പല്ല് കേടുവരുന്നത് എങ്ങനെയാണെന്നോ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് നടത്താം. മാർബിൾ ഈസ് എ ഹാർഡ് മെറ്റീരിയൽ മെയ്ഡ് ഓഫ് കാൽസ്യം കോമ്പൗണ്ട്. മാർബിൾ ഒരു കാൽസ്യം കോമ്പൗണ്ട് കൊണ്ട് ഉണ്ടാക്കിയൊരു സാധനമാണ്. ടേക്ക് എ സ്മോൾ പീസ് ഓഫ് മാർബിൾ ആൻഡ് ഒബ്സർവ് യൂസിങ് ഹാൻഡ് ലെൻസ്. അപ്പോൾ നമ്മൾ ഒരു മാർബിൾ എടുത്തിട്ട് ഹാൻഡ് ലെൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ നിരീക്ഷിക്കുക. പുട്ട് ഇറ്റ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോളിക് ആസിഡ്. എന്നിട്ട് പിന്നെ അതിനെ എന്താക്കുക, ഹൈഡ്രോളിക് ആസിഡിൽ ഇട്ട് വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ നോക്കിയാൽ ആഫ്റ്റർ സം ടൈം ഇറ്റ് ഔട്ട് ആൻഡ് അഗെയിൻ ഒബ്സർവ് യൂസിങ് ദ ഹാൻഡ് ലെൻസ്. നമ്മൾ ഹാൻഡ് ലെൻസ് ഉപയോഗിച്ച് നമ്മൾ ആ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇട്ട് വെച്ച ആ മാർബിൾ കഷ്ണം എടുത്തു നോക്കിയാൽ എന്താ കാണുക? വാട്ട് ചേഞ്ചസ് ഡു യു ഒബ്സർവ് ഇൻ ദ മാർബിൾ പീസസ്? ഇറ്റ് ഈസ് ഇൻ ദ മാർബിൾ ഹാസ് സ്റ്റാർട്ടഡ് ടു കൊറൈഡ്. അതായത് മാർബിൾ കഷ്ണം ദ്രവിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ദ റീസൺ ഈസ് ദാറ്റ് ദ ആസിഡ് ഹാസ് റിയാക്റ്റഡ് വിത്ത് കാൽസ്യം കോമ്പൗണ്ട് ഇൻ മാർബിൾ. അതായത് കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട് ആയിട്ടുള്ള മാർബിളുമായിട്ട് ആസിഡ് പ്രവർത്തിച്ചാണ് ഇതിന് കാരണം. അതേപോലെ സിമിലർലി നമ്മുടെ ടൂത്ത് ഇനാമൽ ഈസ് ഓൾസോ എ കാൽസ്യം കോമ്പൗണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ഏറ്റവും വലിയ ഹാർഡായിട്ടുള്ള സാധനമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതും എന്തൊക്കെ അതിനും കേടൊക്കെ സംഭവിക്കാം. എന്തുകൊണ്ടാണ്? ഈ ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം കോമ്പൗണ്ടാണ്. ഇറ്റ് റിയാക്ട്സ് വിത്ത് ആസിഡ് ആൻഡ് ഗെറ്റ്സ് ഡാമേജ്ഡ് ഗ്രാജുവലി. അത് ആസിഡുമായി റിയാക്ട് ചെയ്തിട്ട് കാലക്രമേണ അത് നശിച്ചു പോകുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ വായിൽ ആസിഡ് വരിക എന്നല്ല നിങ്ങളിപ്പോൾ നോക്കുന്നുണ്ടാവുക. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് നമ്മുടെ വായയിൽ ആസിഡ് വരുന്നത്. ആസിഡുമായി പ്രവർത്തിച്ചാലാണല്ലോ പിന്നെ ഇത് കേടാവുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വായിൽ ആസിഡ് വരുന്നത്? അതിന് മുമ്പ് കുറച്ച് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് റോൾ ഡു ടീത്ത് പ്ലേ ഇൻ എ ഡൈജസ്റ്റീവ് പ്രോസസ്സ്? ടീത്ത് ഹെൽപ്പ് ഇൻ മാസ്റ്റിക്കേറ്റിംഗ് ഫുഡ്. ടീത്താണ് നമ്മൾ മാസ്റ്റിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്, ചൂവ് ചെയ്യാൻ, അതായത് ചവച്ചരയ്ക്കാൻ. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്റ്റ് ടീത്ത്? ടീത്ത് പ്രൊട്ടക്റ്റ് ചെയ്യുന്ന അത്ര ഇമ്പോർട്ടൻ്റ് ആണോ? ടീത്ത് ഷുഡ് ബി പ്രൊട്ടക്റ്റഡ് വിത്ത് കെയർ ടു പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കേ. ടൂത്ത് ഡീക്കേ എന്നുണ്ട് ഇവിടെ, അതായത് പല്ല് കേടാവുന്നതിൽ നിന്ന് സംരക്ഷിക്കണം. ഓക്കെ, വാട്ട് ഹാപ്പൻസ് വെൻ ടീത്ത് അണ്ടർഗോ ഡീക്കേ? ഡീക്കേ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ടീത്ത് ബിക്കം ഡാമേജ്ഡ് ആൻഡ് ക്യാൻ ലെഡ് ടു ക്യാവിറ്റീസ്, പെയിൻ ആൻഡ് ഇൻഫെക്ഷൻ. ഇത് നമുക്കറിയാമല്ലേ, ടീത്ത് ഡാമേജ് ആകുമ്പോൾ നമുക്ക് ഭയങ്കര വേദനയായിരിക്കും, ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഈ നമ്മളിവിടെ ഒരു മാർബിളിൻ്റെ എക്സ്പെരിമെൻറ്റ് ചെയ്തു. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ മാർബിൾ? ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ആസിഡ് ക്യാൻ ഡാമേജ് കാൽസ്യം കോമ്പൗണ്ട് സിമിലർ ടു ടൂത്ത് ഇനാമൽ. ഇതെന്തിനാണ്? ഹൗ ആസിഡ് ക്യാൻ ഡാമേജ് കാൽസ്യം കോമ്പൗണ്ട്. ആസിഡ് എങ്ങനെയാണ് കാൽസ്യം കോമ്പൗണ്ടിനെ നശിപ്പിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം എന്താണ്? ഇവിടെ ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം കോമ്പൗണ്ടാണ്. വാട്ട് ഹാപ്പൻസ് ടു ദ മാർബിൾ വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്? എന്താണ് ഈ മാർബിളിന് സംഭവിക്കുന്നത്? അത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ദ മാർബിൾ കൊറോഡ്സ് ഡ്യൂ ടു ദ ആസിഡ് റിയാക്റ്റിംഗ് വിത്ത് ദ കാൽസ്യം. എന്താ മാർബിളിന് കൊറോഡ്സ് ചെയ്യാണ്, അത് ദ്രവിച്ചു പോവുകയാണ്. ഓക്കെ,
ഹൗ ഡസ് ദിസ് റിലേറ്റ് ടു ടൂത്ത് ഡീക്കേ? എങ്ങനെയാണ് ഇത് ടൂത്ത് ഡീക്കേ ആയിട്ട് റിലേറ്റ് ചെയ്യുന്നത്? ടൂത്ത് ഇനാമൽ ഓൾസോ ഹേ കാൽസ്യം കോമ്പൗണ്ട്. ഈ ഇനാമൽ എന്ന് പറയുന്നത് ഒരു കാൽസ്യം കോമ്പൗണ്ടാണ്. ക്യാൻ റിയാക്ട് വിത്ത് ആസിഡ് ആൻഡ് ബിക്കം ഡാമേജ്ഡ്. അപ്പോൾ ആസിഡുമായി പ്രവർത്തിച്ച് അതിന് ഡാമേജ് വരാം. വാട്ട് ക്യാൻ കോസ് ആസിഡ് ടു ഫോം ഇൻ മൗത്ത്? എങ്ങനെയാണ് നമ്മുടെ വായിൽ ആസിഡ് ഉണ്ടാകുന്നത്? ബാക്ടീരിയ ബ്രേക്കിംഗ് ഡൗൺ ഫുഡ്, എസ്പെഷ്യലി ഷുഗറി ആൻഡ് സ്റ്റാർച്ചി ഫുഡ്. ഷുഗർ ഉള്ളതും അതേപോലെ തന്നെ പഞ്ചസാര അടങ്ങിയ, അതായത് സ്വീറ്റ്സ് ഒക്കെ കഴിച്ചാലും വായിൽ നമുക്ക് ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയയിൽ നിന്നാണ് നമുക്ക് ആസിഡ് ഉണ്ടാവുന്നത്. ഹൗ ക്യാൻ ടൂത്ത് ഡീക്കേ ക്യാൻ ബി പ്രിവെൻറ്റഡ്? എങ്ങനെ നമുക്ക് സംരക്ഷിക്കും? ബൈ ബ്രഷിങ് റെഗുലർലി. ഇനി നമ്മുടെ എക്സ്പെരിമെൻ്റ് ആണ്. ഇത് നമ്മുടെ എക്സ്പെരിമെൻ്റ് ആണ്. ഒബ്ജക്റ്റീവ് അത് നിങ്ങൾ നിങ്ങളുടേതായിട്ട് മെറ്റീരിയൽ റിക്വയർഡ് ഇൻഫറൻസ് ഒക്കെ വെച്ച് എഴുതുക. ഒബ്ജക്റ്റീവ് എന്താണ്? ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ ആസിഡ് ക്യാൻ ഡാമേജ് കാൽസ്യം കോമ്പൗണ്ട് സിമുലേറ്റിംഗ് ദ പ്രോസസ് ഓഫ് ടൂത്ത് ഡീക്കേ. മെറ്റീരിയൽസ് വേണ്ടത് ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് റിക്വയർഡ് ഏതൊക്കെയാണ്? മെറ്റീരിയൽസ് റിക്വയർഡ് എന്താണ്? മാർബിൾ, കാൽസ്യം കാർബണേറ്റ്, ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഹാൻഡ് ലെൻസ് ഓർ മൈക്രോസ്കോപ്പ്. ഇനി നമുക്ക് പ്രൊസീജിയർ എഴുതാം. ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ദ ഇനീഷ്യൽ അപ്പിയറൻസ് ഓഫ് മാർബിൾ യൂസിങ് എ ഹാൻഡ് ലെൻസ് ഓർ മൈക്രോസ്കോപ്പ്. അപ്പോൾ ഇനീഷ്യൽ അപ്പിയറൻസ്, മാർബിളിൻ്റെ ആദ്യത്തെ അപ്പിയറൻസ് നമ്മൾ അവിടെ എഴുതി വെക്കുക. വെയർ ഗ്ലോവ്സ് ആൻഡ് കെയർഫുള്ളി മെഷർ 10 to 20 milliliters ഓഫ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ ടു എ കണ്ടെയ്നർ. ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുക. അലൗ ദ മാർബിൾ ടു റിയാക്ട് വിത്ത് ആസിഡ് ഫോർ 15-30 മിനിറ്റ്സ്. അങ്ങനെ മാർബിളിനെ ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ ഒരു 15-30 മിനിറ്റ് വരെ വെക്കുക. റിമൂവ് ദ മാർബിൾ ഫ്രം ദ ആസിഡ് സൊല്യൂഷൻ യൂസിങ് ഗ്ലൗസ് ഓർ ടോങ്സ്. റിൻസ് ദ മാർബിൾ വിത്ത് ഡിസ്റ്റിൽഡ് വാട്ടർ. അങ്ങനെ നമ്മൾ ആ മാർബിളിനെ പുറത്തെടുക്കുകയാണ്, ആസിഡ് സൊല്യൂഷനിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. അപ്പോൾ ആസിഡിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഗ്ലൗസൊക്കെ യൂസ് ചെയ്യണം. എന്നിട്ട് നമ്മളൊരു വാട്ടറിൽ ഇട്ട് വെക്കുകയാണ്. ഒബ്സർവ് ആൻഡ് റെക്കോർഡ് ദ ചേഞ്ചസ് മാർബിൾ യൂസിങ് എ ഹാൻഡ് ലെൻസ് ഓർ മൈക്രോസ്കോപ്പ്. എന്നിട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡിൽ ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ മാർബിളിനെ ഒന്ന് നോക്കുകയാണ്. എന്താണ് സംഭവിക്കുക? മാർബിൾ ഷോസ് വിസിബിൾ സൈൻസ് ഓഫ് കൊറോഷൻ. അത് ദ്രവിച്ചു പോയിട്ടുണ്ടാവും. അതായത് ഫിറ്റിംഗ് ഓർ സ്മോൾ ഹോൾസ്, ചെറിയ ചെറിയ ഹോൾസ്, തുളകൾ ഉണ്ടായിട്ടുണ്ടാവും. ഡിസ്കളറേഷൻ, കളറ് മങ്ങിയിട്ടുണ്ടാവും. സർഫസ് റഫണിങ്, ഇതൊക്കെ അതിന് സംഭവിച്ചിട്ടുണ്ടാവും. അപ്പം കൺക്ലൂഷൻ, കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇൻഫറൻസ് എന്തൊക്കെയാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയത്? ഓക്കെ, ദ എക്സ്പെരിമെൻറ്റ് ഡെമോൺസ്ട്രേറ്റ് ഹൗ ആസിഡ് ക്യാൻ ഡാമേജ് കാൽസ്യം കോമ്പൗണ്ട് സിമിലർ ടു ടൂത്ത് എനാമൽ. ഹൈഡ്രോളിക് ആസിഡ് റിയാക്ട്സ് വിത്ത് ദ കാൽസ്യം കാർബണേറ്റ് ഇൻ മാർബിൾ കോസിംഗ് കൊറേഷൻ. ദിസ് സ്റ്റിമുലേറ്റ് ദ പ്രോസസ് ഓഫ് ടൂത്ത് ഡീക്കേ വെർ ആസിഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ബാക്ടീരിയ ഇൻ മൗത്ത് ഡാമേജസ് ടൂത്ത് ഇനാമൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇനി നമുക്ക് അടുത്ത പേജിലേക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ഒരു കുട്ടിയും ഒരു ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷനാണ്. അപ്പോൾ എന്തൊക്കെയാണ് ആ കുട്ടി പറയുന്നത്? ഡോക്ടർ, മൈ സിസ്റ്റർ ഹാസ് ഡെൻറ്റൽ കാരീസ്. എൻ്റെ ചേച്ചിയുടെ ചില പല്ലുകൾ കേട് വന്നിട്ടുണ്ട്. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അതിനെന്താണ് കാരണം? If you don't clean the mouth properly after having food, bacteria will feed on the food particles stuck between teeth. This will result in lactic acid production. This is what damages the teeth. അപ്പോൾ അങ്ങനെയാണ് ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ പല്ലുകളിൽ ഉണ്ടാവുന്നത്. അത് നമ്മുടെ കാൽസ്യം അതായത് ഇനാമലുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് നമ്മുടെ പല്ല് കേട് വരുത്തുന്നത്. അപ്പോൾ ഈ ലാക്റ്റിക് ആസിഡ് എങ്ങനെയാണ്? വായ നമ്മൾ ആഹാരം കഴിച്ചതിന് ശേഷം നല്ലവണ്ണം വൃത്തിയാക്കിയില്ലെങ്കിൽ ആഹാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ആ പല്ലുകളുടെ ഇടയിലൊക്കെ പറ്റി പിടിക്കും. അപ്പോൾ അവിടെ എന്താവും? ബാക്ടീരിയ ഉണ്ടാവും. ആ ബാക്ടീരിയ ലാക്റ്റിക് ആസിഡ് ഉണ്ടാക്കും. ലാക്റ്റിക് ആസിഡ് ഈസ് വെരി വീക്ക് ആസിഡ്. ഹൗ ഡസ് ഇറ്റ് കോസ് ടൂത്ത് ഡിക്കേ? ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ വളരെ വീക്കായിട്ടുള്ള ഒരു ആസിഡ് അല്ല. അതെങ്ങനെയാണ് നമ്മുടെ പല്ലിനെ നശിപ്പിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. യു നോ മാർബിൾ പീസ് സ്റ്റാർട്ടഡ് ടു കൊറൈഡ് വെൻ ഇറ്റ് റിയാക്ട് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ലൈക്ക് ഇനാമൽ വിച്ച് ഈസ് കാൽസ്യം കോമ്പൗണ്ട് റിയാക്ട് വിത്ത് ലാക്റ്റിക് ആസിഡ് ആൻഡ് കോസസ് ടൂത്ത് ഡീക്കേ ഇൻ ദ ലോങ് റൺ. ഇപ്പോൾ ലാക്റ്റിക് ആസിഡ് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇനാമൽ എന്ന് പറയുന്നത് കാൽസ്യം കോമ്പൗണ്ടാണ്. അത് ഈ ലാക്റ്റിക് ആസിഡുമായി പ്രവർത്തിച്ചിട്ട് പല്ലിനെ ദ്രവിപ്പിക്കുകയാണ്. ഓക്കെ, I clean my teeth thoroughly at night, but sometimes after eating sweets I skip it. Is there anything wrong in the doctor? അപ്പം ഞാൻ രാത്രി നല്ലോണം പല്ലൊക്കെ വൃത്തിയാക്കും, പക്ഷേ മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് വായ കഴുകാതെ കിടന്നുറങ്ങാറുണ്ട്. അപ്പം അത് കുഴപ്പമാണോ? കുഴപ്പമാണ്. നോ മാറ്റർ വാട്ട് ഫുഡ് യു ഈറ്റ്. നിങ്ങൾ ഏത് ഭക്ഷണം കഴിച്ചാലും അത് മധുരമുള്ളതോ എരിവുള്ളതോ എന്തോ ആയിക്കോട്ടെ, യു ഷുഡ് ക്ലീൻ യുവർ മൗത്ത് വെൽ. നിങ്ങൾ നിങ്ങളുടെ വായ വൃത്തിയാക്കണം. ഓക്കെ, അതർവൈസ് എസ്പെഷ്യലി ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്.
മധുരപലഹാരങ്ങൾ കഴിച്ചാൽ എത്രയും പെട്ടെന്ന് തന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് മധുരപലഹാരവും ബാക്ടീരിയയും തമ്മിലൊരു ബന്ധമുണ്ട്. അത് ബാക്ടീരിയയുടെ പ്രവർത്തനത്തെ വേഗത്തിലാക്കുന്നു. അതർവൈസ് ഇറ്റ് വിൽ ആക്സലറേറ്റ് ദ ബാക്ടീരിയൽ ആക്ഷൻ. ആക്സലറേറ്റ് എന്ന് പറഞ്ഞാൽ വേഗത്തിലാക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും ഈ ഷുഗറുള്ള ഐറ്റംസൊക്കെ തിന്നാൽ. ബ്രഷ് യുവർ ടീത്ത് ഇൻ ദ മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ആറ്റ് നൈറ്റ് ആഫ്റ്റർ ഡിന്നർ. ഓൾവേസ് ക്ലീൻ യുവർ മൗത്ത് വെനെവർ യു ഈറ്റ് സംതിങ്. ഓക്കെ, I understood many things. I will follow these things and I will definitely share this information with the friends and family. ഓക്കെ, അപ്പോൾ അവൾക്ക് മനസ്സിലായി. അവൾ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുമെന്നാണ് പറയുന്നത്. ഓക്കെ, വുഡിൻ യു ലൈക്ക് ടു നോ മോർ അബൌട്ട് ഡെൻറ്റൽ കെയർ? നിങ്ങൾക്ക് ഡെൻറ്റൽ കെയറിനെ കുറിച്ച് അറിയാൻ താല്പര്യമുണ്ട്. ഡിസ്കസിങ് ഗ്രൂപ്പ് ആൻഡ് പ്രിപ്പയർ ക്വസ്റ്റ്യൻ ടു കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് ഡെൻറ്റിസ്റ്റ്. അപ്പോൾ നമുക്കൊരു 5 ചോദ്യം ഉണ്ടാക്കണം. അത് നമുക്ക് സയൻസ് ഡയറിയിൽ എഴുതണം. അപ്പോൾ നമുക്കതൊന്ന് നോക്കാം. ഇത് നമ്മൾ നേരത്തെ ഡോക്ടറായിട്ടുള്ള കോൺവെർസേഷനിൽ കിട്ടിയ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. വാട്ട് കോസസ് ഡെൻറ്റൽ കാരീസ്? എന്താണ് ഡെൻറ്റൽ പല്ല് കേടിന് കാരണം? നോട്ട് ക്ലീനിങ് ദ മൗത്ത് പ്രോപ്പർലി ആഫ്റ്റർ ഈറ്റിംഗ്, അലോവിങ് ബാക്ടീരിയ ടു ഫീഡ് ഓൺ ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് പ്രൊഡ്യൂസ് ലാക്റ്റിക് ആസിഡ്. ഹൗ ഡസ് ലാക്റ്റിക് ആസിഡ് ഡാമേജ് ടീത്ത്? എങ്ങനെയാണ് പല്ലിനെ കേടാക്കുന്നത്? ലാക്റ്റിക് ആസിഡ് റിയാക്ട് വിത്ത് ടൂത്ത് ഇനാമൽ കോസിങ് കൊറോഷൻ ആൻഡ് ടൂത്ത് ഡീക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ക്ലീനിങ് ടീത്ത് ആഫ്റ്റർ കൺസ്യൂമിങ് സ്വീറ്റ്സ് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് മധുരപലഹാരങ്ങൾ കഴിച്ചിട്ട് ടീത്ത് ക്ലീൻ ചെയ്യണമെന്ന് പറയുന്നത്? സ്വീറ്റ്സ് ആക്സലറേറ്റ് ദ ബാക്ടീരിയൽ ആക്ഷൻ. അപ്പം ബാക്ടീരിയൽ ആക്ഷന് ഈ സ്വീറ്റ്സ് മധുരപലഹാരങ്ങൾ വേഗത്തിലാക്കുന്നു. ഇൻക്രീസിങ് ആസിഡ് പ്രൊഡക്ഷൻ ആൻഡ് ടൂത്ത് ഡീക്കേ റിസ്ക്. ഹൗ ഓഫൻ ഷുഡ് ടീത്ത് ബി ബ്രഷ്ഡ്? നമ്മൾ എപ്പോഴൊക്കെ ബ്രഷ് ചെയ്യണം? ട്വൈസ് എ ഡേ, മോർണിംഗ് ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് and night after dinner. What happens if teeth are not cleaned regularly? റെഗുലറായിട്ട് ക്ലീൻ ചെയ്യില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ബാക്ടീരിയ മൾട്ടിപ്ലൈ. ബാക്ടീരിയ അങ്ങനെ പെരുകും. പ്രൊഡ്യൂസിങ് ആസിഡ് ആൻഡ് ഇൻക്രീസിങ് ആസിഡ് റിസ്ക് ഓഫ് ടൂത്ത് ഡീക്കേ. ഹൗ ക്യാൻ ടൂത്ത് ഡീക്കേ ബി പ്രിവെൻറ്റഡ്? എങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? റെഗുലർ ബ്രഷിങ്, ഫ്ലോസിങ് ആൻഡ് ഡെൻറ്റൽ ചെക്കപ്പ്. വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ക്ലീൻ ദ മൗത്ത് ആഫ്റ്റർ എവരി മീൽ? എല്ലാ മീലിന് ശേഷം നമ്മൾ വായ കഴുകുന്ന എന്താണ്? ടു റിമൂവ് ഫുഡ് പാർട്ടിക്കിൾസ് ആൻഡ് പ്രിവെൻറ്റ് ബാക്ടീരിയ ഗ്രോത്ത്. റിമൂവ് എവിടെയും പല്ലിൻ്റെ ഉള്ളിലൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനാണ് നമ്മൾ വായ കഴുകുന്നത്. വാട്ട് റോൾ ഡു ബാക്ടീരിയ പ്ലേ ടൂത്ത് ഡീക്കേ? എന്താണ് ബാക്ടീരിയയുടെ റോള്? ബാക്ടീരിയ ഫീഡ് ഓൺ ഫുഡ് പാർട്ടിക്കിൾസ് പ്രൊഡ്യൂസിങ് ലാക്റ്റിക് ആസിഡ് ആൻഡ് ഡാമേജിങ് ടീത്ത്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. ഹൗ ഡസ് മാർബിൾ കൊറൈഡ് റിലേറ്റഡ് ടു ടൂത്ത് ഡീക്കേ? ബോത്ത് ഇൻവോൾവ് ആസിഡ് റിയാക്ടിങ് വിത്ത് കാൽസ്യം കോമ്പൗണ്ട്. അപ്പം മാർബിൾ ആയാലും ഇനാമൽ ആയാലും രണ്ടിലും കാൽസ്യം കോമ്പൗണ്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് എന്തൊക്കെ പഠിച്ച? റെഗുലർ ക്ലീനിങ് പ്രിവെൻറ്റ്സ് ബാക്ടീരിയ ഗ്രോത്ത് ആൻഡ് ആസിഡ് പ്രൊഡക്ഷൻ. അത് നമ്മൾ റെഗുലർ ക്ലീനിങ് നിത്യേന നമ്മൾ റെഗുലറായിട്ട് ക്ലീൻ ചെയ്താൽ ഇതൊന്നും ഉണ്ടാവില്ല. ലാക്റ്റിക് ആസിഡ് ഡാമേജ് ടൂത്ത് ഇനാമൽ. ലാക്റ്റിക് ആസിഡാണ് നമ്മുടെ ഇനാമലിനെ കേടുവരുത്തുന്നത്. ബ്രഷിങ് ട്വൈസ് എ ഡേ ആൻഡ് ക്ലീനിങ് ആഫ്റ്റർ മീൽസ് പ്രിവെൻറ്റ് ടൂത്ത് ഡീക്കേ. 2 നേരം ബ്രഷ് ചെയ്യുക, പിന്നെ എല്ലാ മീൽസിനും ഏറ്റവും നല്ലവണ്ണം വായ ക്ലീൻ ചെയ്യുക. ഷെയറിങ് ഡെൻറ്റൽ കെയർ ഇൻഫോർമേഷൻ പ്രൊമോട്ട്സ് ഗുഡ് ഓറൽ ഹൈജീൻ. ഇനി നമ്മൾ ഡെൻറ്റിസ്റ്റിനെ കണ്ടു. 5 ചോദ്യം ചോദിക്കണം. അപ്പോൾ എന്തൊക്കെ ചോദ്യം? വാട്ട് ആർ ദ മോസ്റ്റ് കോമൺ ഡെൻറ്റൽ പ്രോബ്ലംസ് ഇൻ ചിൽഡ്രനുള്ള മോസ്റ്റ് കോമൺ ആയിട്ടുള്ള പ്രോബ്ലം എന്താ? ഹൗ ക്യാൻ പാരൻസ് എൻകറേജ് ഗുഡ് ഓറൽ ഹാബിറ്റ്സ്? വാട്ട് ആർ ദ കോൺസിക്വൻസ് ഓഫ് നെഗ്ലക്റ്റിംഗ് ഓറൽ ഹൈജീൻ? ഹൗ ഓഫൻ ഷുഡ് ചിൽഡ്രൻ വിസിറ്റ് ദെയർ ഡെൻറ്റിസ്റ്റ്? വാട്ട് ആർ ദ ബെനഫിറ്റ്സ് ഓഫ് ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ്? ഓക്കെ, നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ചോദ്യമാണ് സയൻസ് ഡയറിയിൽ. ഇത് ഹൗ ഡസ് ലാക്റ്റിക് ആസിഡ് ഡാമേജ് ടീത്ത്? ഇനാമൽ ഓഫ് ടീത്ത് ഈസ് എ കാൽസ്യം കോമ്പൗണ്ട്. ഇനാമൽ വിൽ റിയാക്ട് വിത്ത് ലാക്റ്റിക് ആസിഡ് കോസിങ് ദ ടൂത്ത് ഡീക്കേ ഇൻ ദ ലോങ് റൺ. ഇനി നമുക്ക് ടങ്ങിനെ കുറിച്ചാണ് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോകും. ഇനി നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി ഭാഗമായിട്ട് കാണാം. താങ്ക്